ഇന്ന് നമുക്ക് 1, 2 സ്ഥലങ്ങളിൽ പോകാനുണ്ട്. പോയിട്ട് പെട്ടെന്ന് വരണം എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങുന്നത്. വൈകുന്നേരമായിട്ടാട്ടോ ഇറങ്ങിയത് തന്നെ. ഇന്ന് ഋതുട്ടൻ എന്താ സുന്ദരിയായിട്ട് ഇരിപ്പുണ്ട്. പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് കുഞ്ഞ് ഫ്രോക്കൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ രണ്ടുപേരും കൂടെ കാറിൽ കയറി. ഫ്രണ്ടിലല്ല കേട്ടോ ഋതുട്ട ഇരിക്കുന്നത്. അവളെ അങ്ങ് ബാക്കിലോട്ട് അമ്മയുടെ കയ്യിൽ കൊടുക്കും. അമ്മ ഇപ്പം ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിലോട്ട് കയറിയപ്പോൾ അവളെയും കൊണ്ട് കയറിയത്. അങ്ങനെ ഋതുട്ടൻ എന്താ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ ഫ്രണ്ടിലിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പാലത്ര അമ്പലത്തിൻ്റെ അതിൽ കൂടാണ് കേട്ടോ പോയത്. അതിൽ കൂടെ പോയി കൂനമ്പായിക്കുളത്ത് അമ്പലത്തിൻ്റെ അതിലേ കയറി അങ്ങനെയാണ് പോയത്. അങ്ങനെ നമ്മൾ നേരെ ഇതാ കൊല്ലത്ത് വന്നു. കൊല്ലത്ത് ഇതാ ഈ ഒരു ക്ലോക്ക് ടവർ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ അടുത്തുകൂടെ ഞാൻ കുറേ പ്രാവശ്യം പോയിട്ടും എനിക്കറിയില്ലായിരുന്നു ഇതാണ് ക്ലോക്ക് ടവർ എന്ന്. കുറച്ച് നാൾ മുന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതാണ് ക്ലോക്ക് ടവർ എന്ന് കേട്ടോ. അങ്ങനെ മനസ്സിലാക്കാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നെ പോലെ. അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ നേരെ ഇതാ നമ്മുടെ കൈട്ടി ഈശുവിൻ്റെ പള്ളിയിലോട്ട് വന്നു. അവിടെ നമ്മൾ കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു വരണമെന്ന്, അതായത് ഡെലിവറി കഴിഞ്ഞ സമയത്ത് തൊട്ടേ. പിന്നെ 3 മാസം കഴിഞ്ഞിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങാമെന്ന് കരുതിയിട്ടാണ് ഇത്രയും നാളും വെയിറ്റ് ചെയ്തത് കേട്ടോ. ഇവിടെ വന്നിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇവിടെ വന്ന് നെഞ്ച് പൊട്ടി ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഈ ഒരു നടയിൽ വന്നിട്ട് അത്രത്തോളം സങ്കടവും വിഷമവും ഉള്ളിലുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ കരയാത്ത ദിവസങ്ങളില്ലായിരുന്നു. കാരണം ആ ഒരു സ്കാനിങ് റിപ്പോർട്ടിനകത്ത് മോൾക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, മോളെ നഷ്ടപ്പെടുമോ എന്നൊക്കെ ഒരു തോന്നൽ വന്നപ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റത്തില്ല. ആരോടെ ഈ വിഷമങ്ങളൊക്കെ ഒന്ന് പറയാം. അങ്ങനെ വന്ന് ഞാൻ കരഞ്ഞ് ഞാനിരുന്ന് ഓരോ എൻ്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ ഒരു പ്രാർത്ഥനയിൽ ദൈവം ഫലം തന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പിറ്റേ മാസം സ്കാനിങ്ങിൽ മോൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം തോന്നി. ആ ഒരു നിമിഷം ആ സ്കാനിങ് കഴിഞ്ഞ ഉടനെ ഞാനിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ ആ ഒരു പ്രഗ്നൻസിയിലുണ്ടായ ആ ഒരു സമയം. ഭയങ്കര വിഷമഘട്ടമായിരുന്നു. ആ സമയത്ത് എനിക്ക് കുറച്ച് സമാധാനം കിട്ടുന്നത് ഇങ്ങനെ പള്ളിയിലും അമ്പലത്തിലൊക്കെ പോകുമ്പം തന്നെ ആയിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളവിടെ പ്രാർത്ഥിച്ചു. കുറച്ച് നേരം മോളെയും കൊണ്ട് അവിടെ ഇരുന്നു. മോളെയും കൊണ്ട് വരണമെന്ന് അന്നോട്ടേ ഞാൻ വിചാരിക്കുന്നു, പക്ഷെ ഇപ്പോഴാണ് സമയം കിട്ടിയത്. അങ്ങനെ പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പിന്നെ ഒരു ഷോപ്പിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യക്കൂട്ടിന് 2 ഡ്രസ്സ് വാങ്ങിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ 2 ജോഡി ഡ്രസ്സൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ മുകളിലോട്ട് പോയി ഷർട്ട് എടുക്കണമായിരുന്നു. അങ്ങനെ ഷർട്ടും കുറച്ച് നോക്കിയിട്ട് അതിനകത്ത് ഇഷ്ടപ്പെട്ട ഈ 2 ഒരെണ്ണം എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ടോപ്പ് നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഫീഡിങ് ടോപ്പ് ഇവിടെ അധികം എടുത്തിട്ട് കാണിക്കുന്നുണ്ടായിരുന്നില്ല ടോപ്പിൻ്റെ അവിടെ. അതുകൊണ്ട് എനിക്ക് അധികം കളക്ഷൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തുമില്ല. 2 എടുത്തിട്ടതിനകത്ത് ഈ 2 ഒരു 5-6 എടുത്തിട്ട് കാണും. അത് 2 ഞാൻ എടുത്ത് പോയി ട്രയൽ ചെയ്ത് നോക്കി. എനിക്ക് പിന്നെ അധികം നിൽക്കാനും വയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിൽ നിന്ന് ഒരെണ്ണമാട്ടോ എടുത്തത്. നിങ്ങൾക്ക് അതിനകത്ത് 2 ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പിന്നെ അൽഫോൺസാമ്മയുടെ ആ പള്ളിയിലും കൂടെ കയറിയിട്ട് നേരെ പിന്നെ വീട്ടിൽ വന്നിട്ട്